പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്.
മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാമ്പോൾ നട്ടം തിരിയുന്നവരുണ്ട്, കേസാകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ് അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സംഘടന നീ കാണുന്ന കർത്താവെ, പിരിഞ്ഞ് താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണ ഈശോയെ. അവർ ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തരം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കണില്ല, എന്നാലും കേൾക്കാത്തവരുണ്ടാവും. ഒരു മരിയൻ ഡിവോഷൻ അല്ലെങ്കിൽ മരിയൻ ഡിവോട്ടി, മാതാവിൻ്റെ വത്സല ഭക്തൻ, അങ്ങനെ ഭക്ത, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? ഇനി അമ്പലപ്പുഴ പള്ളിയിൽ പണ്ട് വികാരിയായിരുന്ന കാര്യം ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരനുഭവം എന്ന് പറയുന്നത്, അവിടെ അമ്പലപ്പുഴ നമ്മൾക്ക് വീട്ടുകാരൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് പാവത്തുങ്ങൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്നൊരു പ്രോജക്റ്റ് ഈ പീറ്റർ പിതാവിൻ്റെ കാലത്ത് ചെയ്തതാണ്. ഒരു 2 ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് അവിടെ 42 വീടുകൾ ചെയ്ത് വീടില്ലാത്തവർക്ക് ഒരു പുനരധിവാസ പദ്ധതി. അപ്പം അന്നിരുന്ന ആൾക്കാർ, ഉപദേശകർ, ഇങ്ങനെ കൺസൾട്ടേറ്റീവ് ബോഡി ഉണ്ടാവുമല്ല, അത് പറഞ്ഞ് ഇവരുടെ പേരിലിത് കൊടുത്താൽ ഇവർ വിറ്റുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവ് ആരുടെയും പേരിൽ കൊടുത്തില്ല. കാരണം വീടില്ലാത്തത് കൊണ്ട് അവർക്ക് വീട് സ്ഥലവുമായി, പക്ഷെ അവരുടെ പേരിൽ കൊടുത്തില്ല. കാര്യം അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊന്നും കിട്ടണില്ല. കാരണം വീട് സ്ഥലം അവരുടെ പേരിലല്ലല്ലോ. അപ്പോൾ അവിടെ സെപ്റ്റി ടാങ്ക് പോലും നന്നാക്കാനുള്ള വല്ല പ്രോജക്റ്റൊക്കെ വന്നാലും പഞ്ചായത്തിൽ നിന്ന് തള്ളിപ്പോവും. വീട് അവിടെ പേരിലല്ലെന്ന് പറയും. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ നിയമം എടുത്ത് അവരെ ഒഴിവാക്കണമെന്നാണ് കാണുന്നത്. കാര്യം അവർ പലരും ആ നാട്ടുകാരല്ലല്ലോ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമാണ്. അപ്പം ഇവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഈ 16 കൊല്ലം ഒരു കീറാമുട്ടി പോലെ കിടക്കേണ്ട സംഭവം. എനിക്ക് തോന്നിയത്, അപ്പം അന്ന് ഈ സാഹിത്യ അക്കാഡമിയിലൊക്കെ പഠിക്കണ കാലമാണ്. ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നിട്ട് അതിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കേരള സാഹിത്യ അക്കാഡമി പഠിക്കുകയാണ്. അപ്പം അമ്പലപ്പുഴയിൽ നിന്ന് പോയി വരാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോഴൊക്കെ പള്ളി അടച്ചിട്ടേക്കും മാതാവ് അൽത്താരയിലാണ് ഇരിക്കണത്. അൽത്താരയിൽ നിന്ന് നമുക്ക് നോക്കി കുറേ ദൂരമുണ്ട്. അത് കാരണം ഞാൻ എന്നാ വെച്ചാൽ, എനിക്ക് പോകുമ്പോൾ അമ്മയോട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പള്ളിയുടെ
അകത്ത് തന്നെ നമ്മൾ ആനവാതിക്കൽ തന്നെ അകത്ത് പള്ളിയുടെ അകത്ത് തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് മാതാവിന് രൂപം കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്, അകത്തറയുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഷ, അതിൻ്റെ ഭക്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഭാഷയെല്ലാം ദൈവം വളരെ റെവറൻസോടെയാണ് എടുക്കുന്നത് ശരിക്കും. എന്നുവെച്ചാൽ മാതാവിനെ ഞാൻ കാണുന്നു, ഞാൻ രാത്രിയാണത് വരുന്നതെന്നുണ്ടെങ്കിൽ രാത്രി അമ്മയടുത്ത് വന്ന് നിൽക്കുന്നു, അന്നത്തെ കാര്യം പറയുന്നു, നന്ദി പറയുന്നു, പോയി കിടന്നുറങ്ങുന്നു. രാവിലെ എവിടെയെങ്കിലും അത് രാവിലെ വർക്കുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ മാതാവിൻ്റെ അടുത്ത് പോയി. ഒരു ദിവസം ഞാൻ കൊടിമരത്തിങ്ങയിൽ ഇങ്ങനെ ഇരുന്ന് കൊന്തേരിയപ്പോൾ മാതാവിൻ്റെ പള്ളിയുടെ വാക്കിലാണ് കൊടിമരത്തിന് മാതാവിനെ നോക്കിക്കൊണ്ട് അവിടെ മാതാവതിരിപ്പുണ്ടല്ലോ, ജെല്ലം തുറന്ന് കിടക്കുകയാണ്. കൊന്തേലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ കോളനിക്കാരുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 10:1 വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. അതിനൊരു കാലവശം സമാധാനം ഉണ്ടാകുന്ന കേസ് അല്ലത്. പക്ഷെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാരണം, ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്തത് ഞാൻ ആ കൊടിമരത്തിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി ഒരു 4 രഹസ്യം കഴിയുമ്പോൾ അവസാനത്തെ 10 രഹസ്യമുണ്ട്. 10 എന്ന് പറഞ്ഞ പറയില്ല, 5-ാം രഹസ്യം. 5-ാം രഹസ്യത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിലിഴഞ്ഞ് ചെല്ലും. ഞാനങ്ങനെ എത്ര കാലം ഇഴഞ്ഞ് ചെന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. കുറേ നാളൊക്കെ ഇഴഞ്ഞ് ചെല്ലേണ്ടി 2 കൊല്ലമെങ്കിലും അത് ഇഴഞ്ഞ് ചെന്ന് കാണും. 2ാമത്തെ കൊല്ലം ഒരു ദിവസം ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു ആധാരം എഴുത്തുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് ശിവൻ പിതാവ് പറഞ്ഞ്, ഇത് ഉണ്ണിയാണ്, ഇയാൾക്ക് ആ ജനങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ എന്ന സ്ഥലം അവർ വിട്ടുകൊണ്ട് പോകാത്ത രീതിയിൽ ക്ലോസ് വെച്ച് എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിതാവ് ഞാനും കൂടി ഇയാളെ കൊണ്ട് അത് പറയിപ്പിച്ച് നോക്കി. അയാൾ എഫിഷ്യൻ്റ് ആധാരം എഴുത്തുകാരനാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ പേരില്ല, സ്ഥലവും വീടും അവരുടെ പേരില്ല. അവർ പണം മുടക്കി അവരുടെ പേരിലാക്കുകയാണ്. അവർക്ക് വിൽക്കാൻ പറ്റില്ല. അത് നല്ല ക്ലോസാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തില്ലേ, ഈ എല്ലാത്തിനും പോംവഴികളുണ്ട്. ശരിക്കും എല്ലാത്തിനും പോംവഴികളുണ്ട്. ഒരു വിതിൻ 2 ആഴ്ച കൊണ്ട് ആ പറമ്പുകളെല്ലാം അവരുടെ പേരിലാക്കി കൊടുത്തു. 2 ആഴ്ച കൊണ്ട്. അതായത് ഞാൻ അതിന് മനസ്സിലാക്കിയത്, വഴിയില്ലാത്ത ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേത് സീരിയസ് ആണ് ഈ വിഷയത്തിലെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ ഒരു ചുമ്മാ ഈ ഒരു കാട്ടിക്കൂട്ടി ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള തൊട്ടുകൂട്ടി പ്രാർത്ഥനകളില്ലേ, ഈ തൊട്ടുകൂട്ടി പ്രാർത്ഥനകളൊന്നും നമ്മുടെ യഥാർത്ഥ അതൊന്നും രജിസ്റ്റർ പോലും ആകത്തില്ല ദൈവത്തിൻ്റെ മനസ്സിൽ. ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആകത്തില്ല ശരിക്കും. ഇന്ന് തന്നെ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറയണത്, ഇന്നലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എന്താണ് പറയണമെന്ന് അവർക്ക് സാക്ഷ്യം പറയണേ. ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രകാരം ചെയ്യണ കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇപ്പോൾ സാധാരണ പ്രാർത്ഥനക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം
അംഗീകരിക്കാൻ വേണ്ടി മാത്രം സത്യസന്ധവും അർപ്പണ മനോഭാവം ഉണ്ടാകണം. എന്നാൽ പിന്നെ ഏത് ഊരാ കൊടുക്കുകയാണെങ്കിലും മാതാവ് അഴിച്ച് കയ്യിൽ തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. എൻ്റെ പേര് അഭിലാഷ്. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 19/3/2023 അന്ന് തൊട്ട് ഇന്ന് വരെയും ഉടമ്പടിയിൽ ഒരു മുടക്കവും കൂടാതെ ഞാൻ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ വലിയൊരു കടബാധയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കൃപാസന ആൾത്താരയിൽ ഞാൻ എത്തിച്ചേരുന്നത്. അതിനുശേഷം എൻ്റെ കടബാധകൾ ഒരു കടത്തിരമാല പുറകോട്ട് പോകുന്ന രീതിയിൽ തന്നെ അതിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം എനിക്ക് ഒരുപാട് ഉയർച്ചകളാണ് ഉണ്ടായത്. എനിക്കിപ്പോൾ ഒരു വാഹനം വാങ്ങാൻ സാധിച്ചു. പിന്നെ എൻ്റെ കുടുംബത്തിൽ കുറേ രോഗസൗഖ്യങ്ങൾ കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളിലെല്ലാം ഞാനത് പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നുണ്ട്. രോഗസൗഖ്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. അതിലുപരി ഞാൻ പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവർക്ക് പോയി സഹായിക്കുന്നുണ്ട്. എൻ്റെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ ആദ്യത്തെ ആഴ്ച തന്നെ വരികയും 7 പത്രം വാങ്ങി അത് വിതരണം ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് പാലാ മരിയൻ സ്ഥാനത്തിൽ എല്ലാ മാസവും പോകുന്നുണ്ട്. അല്ലാതെ കോട്ടയത്തൊരു അനാഥർ താമസിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ മുന്നിൽ കൈനീട്ടി ആരെന്ത് ചോദിച്ചാലും ഞാൻ എല്ലാ കാര്യം എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കടം വീട്ടിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം തുടക്കത്തിൽ എൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോയത്. പക്ഷേ അതിൻ്റെ ഊന്നൽ കൊടുത്ത് പോയപ്പോൾ അതിനൊരുപാട് തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടു. 1 പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം കണ്ടു, 3ാമത്തെ പ്രാവശ്യം കണ്ടു. 3ാമത്തെ പ്രാവശ്യം കണ്ട് ഞാൻ അൾത്താരയിൽ നിന്ന് കണ്ണ് നിറഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ അച്ഛൻ എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് തടസ്സം? ഞാൻ പറഞ്ഞു, അച്ഛൻ അറിയില്ല. ഇല്ല, കുഴപ്പമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി 30 ദിവസം കഴിഞ്ഞ് ഒരു പാർട്ടി വന്നു. എൻ്റെ പ്രോപ്പർട്ടി കണ്ടു, ഒരു വില പറഞ്ഞു, നടന്നില്ല. 60 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത പാർട്ടി വന്നു. അത് വന്ന് കണ്ടു, അതും ഇതുകൂട്ട് തന്നെ നടന്നില്ല. എന്നാൽ നല്ല പ്രോപ്പർട്ടിയാണ്, ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ മുടക്കം തന്നെ. ഞാൻ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടു, നല്ല രീതിയിൽ മുന്നോട്ട് പോയി. 88ാമത്തെ ദിവസം ഒരു പാർട്ടി വരുന്നു, വന്നു കണ്ടു, ഇഷ്ടപ്പെടുന്നു, വില പറയുന്നു. ബ്രോക്കറുടെ ഇതിലാണ് വന്നത്. വില പറഞ്ഞ് അവർ പോയി. അതിനുശേഷം ബ്രോക്കർമാർ അതിനകത്ത് കളിച്ചു. അത് വീണ്ടും മുടങ്ങിയാണ്. അന്ന് രാത്രി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ബ്രോക്കർ വഴിയല്ല, ഞാൻ അമ്മയോടാണ് ചോദിച്ചത്. അമ്മയാണ് എനിക്ക് നടത്തി തരേണ്ടത്. അമ്മയാണ് നടത്തി തരുന്നെങ്കിൽ ഈ കച്ചവടം അമ്മയായിട്ട് നടത്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ കിടക്കാൻ നേരത്ത് ഒന്നും കൂടി ആ പാർട്ടിയെ നേരിട്ട് വിളിക്കാൻ തീരുമാനിച്ചു. ഞാൻ ജസ്റ്റ് കക്ഷിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് കൂട്ടാണ്. അപ്പം പറഞ്ഞു, അഭിലാഷേ, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. എങ്കിൽ പിന്നെ നമ്മൾക്ക് ബ്രോക്കറുടെ പൈസ കൊടുക്കാം, പക്ഷേ അവരെ കമ്മ്യൂണിക്കേഷൻ വെക്കണ്ട, നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞു. സംസാരിച്ചു. 7 ദിവസം കൊണ്ട് ആ പ്രോപ്പർട്ടിയുടെ എല്ലാം ക്ലിയറായി. ക്യാഷും കിട്ടി, കടങ്ങളും വീട്ടി, സ്വസ്ഥതയോടുകൂടി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. ഇന്ന് ഇതിപ്പോൾ 2ാമത്തെ സാക്ഷ്യം പറയാൻ ഞാനിവിടെ വന്നത്. ഇന്ന് മെയിനായിട്ട് വന്നത്, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പ്രാവശ്യം CBSEയുടെ എക്സാം ഭയങ്കര ടഫായിരുന്നു. വിജയശതമാനം കുറവായിരുന്നു. എല്ലാം പ്രശ്നം. എൻ്റെ മോൾക്കാണെങ്കിൽ ആ മാത്സ് ഭയങ്കര പേടിയും. പക്ഷേ ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞത്, മാതാവേ, എൻ്റെ മകൾക്ക് വിജയം കൊടുക്കുന്നത് കൂടാതെ മാതാവിൻ്റെ അടയാളമായിട്ട് 70% മാർക്ക് എൻ്റെ മകൾക്ക് കിട്ടണമെന്നാണ് ഞാൻ ഉടമ്പടിയിൽ എഴുതിയതും പ്രാർത്ഥിച്ചതും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മാത്സിൽ എൻ്റെ മോൾക്ക് മാർക്ക് കുറഞ്ഞു. ഒരുപാട് വിഷമമായി. പാസ്സായി. ഞങ്ങൾ നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കുക എല്ലാം ചെയ്തു. വീട്ടിൽ സംസാരമായി. പക്ഷേ ഞാൻ എൻ്റെ ഇതിൽ ഉറച്ചു നിന്നു. എനിക്ക് 70% മാർക്ക് വേണം. റിവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, ഇല്ല, കൊടുത്തിട്ട് കാര്യമില്ല എന്നെല്ലാം അഭിപ്രായം വന്നു. പക്ഷേ ഞാൻ മോളോട് ഇത്രേ പറഞ്ഞോളൂ, എന്നെ നീ വിശ്വസിക്കണ്ട, മാതാവിലും ഈശോയിലും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ റിവാലുവേഷൻ വെക്കണമെന്ന് പറഞ്ഞു. അതുമൂലം എൻ്റെ മോള് റിവാലുവേഷൻ വെച്ചു. അതിൻ്റെ ഡീറ്റെയിലും മോൾ സംസാരിക്കും.
മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ആദ്യം തന്നെ പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 2025-26 +2 CBSE വിദ്യാർത്ഥിയായിരുന്നു. അത്യാവശ്യം CBSE സിലബസ് എല്ലാവർക്കും പാടാന്നറിയാം. അങ്ങനെ ഞങ്ങൾക്കും പാടായിരുന്നു. എക്സാമിൻ്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരുന്നു. CBSE മെയിൻ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് വയ്യായിക വരാൻ തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിലായി. എൻ്റെ ആരോഗ്യവും പഠനവുമായിട്ട് ഒന്നും ഒത്തുപോകുന്നില്ലായിരുന്നു. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം ഒരു വിധത്തിൽ കടന്നുപോയി. അവസാനം തിയറി എക്സാം വന്നു. തിയറി എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത് ഈ വർഷത്തെ CBSE OSM മാർക്കിംഗ് സ്കീമാണ്. എന്നുവെച്ചാൽ ഓൺലൈൻ മാർക്കിംഗ് സ്കീമായിട്ട് അവർ ഡിജിറ്റലി ചെക്ക് ചെയ്യുവാന്ന്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേനും പല പ്രശ്നങ്ങൾ വരാം. ഞങ്ങളെല്ലാം പേടിച്ചു പോയി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ എക്സാമിന് പോയി. എനിക്ക് ആദ്യത്തെ എക്സാം ഫിസിക്സ് ആയിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. അന്നും എനിക്ക് രാവിലെ വയ്യായികൾ വന്നു. പിന്നെ മാതാവിനെയും മനസ്സ് ധ്യാനിച്ച് വിശ്വാസപ്രമാണവും ചൊല്ലിയാണ് ഞാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും എല്ലാ എക്സാമിന് പോകുമ്പോഴും ഉപ്പും തേനും അച്ഛൻ തന്നു വിടുമായിരുന്നു. ഉപ്പ് ഞാൻ പരീക്ഷാ ഹാളിൽ ചെന്ന് വിതറിക്കൊണ്ടാണ് ഓരോ എക്സാമും എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും മെയിനായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ കടന്നുപോയി. പിന്നെ മാത്സിൻ്റെ എക്സാം വന്നു. മാത്സിൻ്റെ എക്സാം വന്നപ്പം എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആകെ 2 ദിവസമേ മാത്സിൻ്റെ എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. മാത്സിൽ മെയിനായിട്ടും +2 വേണ്ട 5 ചാപ്റ്റർ എനിക്ക് അറിയത്തുപോലും ഇല്ല. എന്നാ ചെയ്യണമെന്നറിയാതെ ഞാൻ മാതാവിൽ മാത്രം വിശ്വസിച്ചു. എനിക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പഠിച്ചിട്ട് പോയി. അന്നത്തെ ദിവസം എക്സാമിന് ചെന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പം എന്ത് അവസ്ഥ അവിടെ ഉണ്ടായെന്ന് പോലും അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ അറിയാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ടും ഞാൻ എൻ്റെ ധൈര്യം കൈവിട്ടില്ല. ഓരോ ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്തു. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാനത് മാതാവിന് വിട്ടുകൊടുക്കുമായിരുന്നു. കാരണം എനിക്കറിയത്തില്ല. ഞാൻ +2 മാത്സ് സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടില്ല. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ കൂടെയുള്ളവരെല്ലാം കരച്ചിലും കാര്യങ്ങളും 2-3 ദിവസം ട്രോമയിൽ വരെ പോയവരുണ്ട്. പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലായിരുന്നു. ഞാൻ അപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു. കൂട്ടുകാരും ടീച്ചേഴ്സും ചോദിച്ചു, എന്നെ ഇത് നീ മാത്രം എന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, മാതാവുണ്ട് കൂടെ, എനിക്കത് മതി എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർക്കും ധൈര്യം കൊടുത്ത് ഞാൻ അന്നത്തെ ദിവസം നിന്നു. അന്ന് അമ്മയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കറിയില്ല, എക്സാം പാടായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, എന്നാൽ ഒന്ന് മാർക്കിംഗ് കീ വെച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ചെക്ക് ചെയ്യില്ല, അത് മാതാവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്, ഞാൻ ചെയ്യത്തില്ല, മാതാവ് തന്നെ ഒരു മാർക്ക് തരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി എക്സാമും കഴിഞ്ഞു പോയി. പിന്നെ റിസൾട്ടും കാര്യങ്ങളുമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും തുടങ്ങി. അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് 13-ാം തീയതി റിസൾട്ട് വന്നു നോക്കിയപ്പോഴത്തേക്കിനും ഞാൻ മാത്സിന് ഫെയിലായി. മാത്സിന് എനിക്ക് RT ആണ് കിടക്കുന്നത്. CBSEയിൽ 6 സബ്ജക്റ്റിൽ 5 സബ്ജക്റ്റ് പാസ്സായാൽ മതി. 5 സബ്ജക്റ്റ് പാസ്സായതുകൊണ്ട് ഞാൻ +2 CBSE പാസ്സായി. പക്ഷേ മാത്സിൽ എനിക്ക് റിപ്പീറ്റിംഗ് തിയറി വന്നു. അത് കണ്ടപ്പോൾ നല്ല സങ്കടമായി. എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു പോയി. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് CBSEയുടെ പ്രശ്നങ്ങൾ കൂടി വന്നു. CBSEക്ക് പല പിള്ളേരും എതിരെ പോയി. OSM നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ CBSEക്കെതിരെ പോയി. ഞങ്ങൾ മെയിൽ അയക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അവസാനം അവർ ഫോട്ടോ കോപ്പി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഞങ്ങളുടെ ആൻസർ കീയുടെ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാൻ പോയി. പക്ഷേ മാത്സ് എടുക്കാൻ എനിക്കൊരു ധൈര്യവും ഇല്ലായിരുന്നു. ഞാൻ എടുക്കത്തില്ലായിരുന്നു. കാരണം എനിക്കറിയായിരുന്നു ഞാൻ ആ പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാൻ മുതിർന്നില്ല. പക്ഷേ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ആ പേപ്പർ ഒന്ന് എടുത്ത് നോക്ക്, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് അച്ഛൻ്റെ നിർബന്ധപ്രകാരം എൻ്റെ അമ്മയോടുള്ള വിശ്വാസപ്രകാരമാണ് ഞാൻ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴും എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ എൻ്റെ ടീച്ചർക്ക് അയച്ചു കൊടുത്തു. എവിടെയെങ്കിലും മാർക്കുണ്ടോ എന്നറിയാൻ വേണ്ടി ടീച്ചർക്ക് അയച്ചു കൊടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇത് എല്ലാത്തിൽ നിന്നും തന്നെ മാർക്ക് ഇട്ടിട്ടുണ്ട്, ഇനിയൊന്നും കിട്ടാനില്ല എന്ന രീതി ടീച്ചർ പറഞ്ഞു. പക്ഷേ അച്ഛൻ അപ്പോഴും എന്നോട് പറഞ്ഞു, റിവാലുവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാൻ എവിടുന്ന് കൊടുക്കും? എൻ്റെ വീട്ടിൽ അച്ഛൻ മാത്രമാണ് പറഞ്ഞത്. അമ്മയാണേലും എല്ലാവരും ആണേലും ഞാൻ പറയുന്നുണ്ടല്ലോ, അപ്പോൾ കൊടുക്കണ്ട എന്ന രീതിയിലായിരുന്നു. പക്ഷേ അച്ഛനാണ് പറഞ്ഞത് കൊടുക്ക്. അങ്ങനെ എൻ്റെ ഉറ്റ സുഹൃത്ത്
പുറത്തായിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ എൻ്റെ പേപ്പർ അയച്ചു കൊടുത്തു. അവൾ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, എടി ഈ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നീ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആൻസർ ശരിയാണ്, പക്ഷേ അവർ മാർക്ക് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ മാത്സിന് ഇക്വേഷന് മാർക്കുള്ളതാണ്, ആ ഇക്വേഷനും മാർക്ക് ഇട്ടിട്ടില്ല, അങ്ങനെ 3 മാർക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് 80-ൽ 13 മാർക്കാണ് മാത്സിന് കിട്ടിയത്. അതിൽ നിന്ന് 1.5 മാർക്ക് കൂടെ മതി പാസ്സാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 3 മാർക്കുണ്ടല്ലോ, ഇനി എങ്ങാനും പാസ്സായാലോ എന്ന് കരുതി ഞാൻ റിവാലുവേഷന് കൊടുത്തു. റിവാലുവേഷൻ കൊടുത്തിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ ഞാൻ പ്രാർത്ഥന കൈവിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്നലെ ജൂൺ 21-ാം തീയതി രാത്രിയിൽ റിവാലുവേഷൻ റിസൾട്ട് വന്നു. റിവാലുവേഷൻ റിസൾട്ട് വന്നു എന്ന് അമ്മ വന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഒരു ഇതുമില്ല, ഞാൻ എന്നാത്തിനാ അമ്മേ എന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ മാത്സിന് പാസ്സായി. അതും 1-2 മാർക്കും കൊണ്ടല്ല പാസ്സായത്. എനിക്ക് മാതാവ് അനുഗ്രഹിച്ചത് 14 മാർക്കാണ്. 14 മാർക്കിനുള്ളതൊന്നും ഞാൻ ആ പേപ്പറിൽ എഴുതിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിന് ഇവിടെ പറയുവാണേലും അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് പറയുവാണെങ്കിൽ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ആ പേപ്പറിൽ നിന്ന് നമുക്ക് ബോധ്യമാണ്. കാരണം എൻ്റെ കൂടെ പഠിച്ചവർക്കാണേലും ചിലർക്കാണേലും CBSE പ്രകാരം അവരുടെ മാർക്കല്ലാതെ വേറൊന്നും കൊടുക്കത്തില്ല. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള മാർക്കേ അവർ കൊടുക്കത്തുള്ളൂ. 14 മാർക്ക് അമ്മ അനുഗ്രഹിച്ച് തന്നതാണെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ അപ്പോൾ തന്നെ എനിക്കിവിടെ വരണം എന്നായിരുന്നു. കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, ഈ +2ൻ്റെ സാക്ഷ്യം തന്നെ എനിക്ക് പറയണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ മെയിൻ റിസൾട്ട് വരുന്നതിൻ്റെ കുറച്ച് നാൾ മുന്നേ ഞാൻ മാതാവിനോട് ചോദിച്ചായിരുന്നു, എൻ്റെ റിസൾട്ട് എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണിച്ചു തരുമോ എന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ചപ്പോൾ ഒരു ദിവസം മാതാവ് എനിക്ക് 70% എന്നുള്ളത് സ്വപ്നത്തിൽ കാണിച്ച് തന്നു. ഞാൻ അതിൽ ഓവർ കോൺഫിഡൻസ് ആയി നിന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ 70 തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 70 ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് 70% മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഞാൻ അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തിന് മുന്നിൽ മാതാവിൻ്റെ കാര്യം വെളിപ്പെടുത്തും എന്ന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ അധികം വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ അച്ഛൻ്റെ കൂടെ സന്ധ്യാപ്രാർത്ഥനയ്ക്കാണ് ഞാൻ കൂടുന്നത്. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാറുണ്ട്. മാതാവിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കാറുണ്ട്. പല വേദികളിലും മാതാവ് എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുവാണെങ്കിൽ, +1 വെച്ചിട്ട് ബയോമാക്സ് ആണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. അതിൽ ബയോളജി എനിക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഞാൻ പഠിക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് നേഴ്സിങ്ങോ മെഡിക്കൽ ഫീൽഡോ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ ബയോളജിയിൽ എക്സാമൊക്കെ ഇടുമ്പോൾ മനഃപൂർവ്വം മാർക്ക് കളഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ബയോളജി എടുത്തത് തന്നെ. അങ്ങനെ കുറച്ച് ദിവസം പോയപ്പോഴത്തേക്കിനും എൻ്റെ ബയോളജിയുടെ മിസ്സ് എൻ്റെ അടുത്ത് പിണങ്ങി. എനിക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ട് മിസ്സ് എൻ്റെ അടുത്ത് പിണങ്ങി. മിസ്സ് എന്നോട് മിണ്ടിയില്ല. മിസ്സ് പറഞ്ഞു 25-ൽ 20 മണ്ടേ മാർക്ക് മേടിച്ചാൽ മാത്രമേ മിണ്ടുള്ളൂ എന്ന് പറഞ്ഞു. മിസ്സ് എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി അന്ന് ആദ്യമായിട്ടാണ് ബയോളജിക്ക് വേണ്ടി ഞാൻ പഠിക്കുന്നത്. 2 ദിവസമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. 2 ചാപ്റ്ററും ഉണ്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ മാതാവിൽ മാത്രം വിശ്വസിച്ചാണ് അത് പഠിച്ചത്. എക്സാം എഴുതിയപ്പോഴും എനിക്കൊരു ഉറപ്പും ഇല്ലായിരുന്നു. ഞാൻ മിസ്സിനോട് പറഞ്ഞു എനിക്കൊരു 15 കൂടുതൽ കിട്ടുമായിരിക്കും, പക്ഷേ 20 കൂടുതലൊന്നും കിട്ടത്തില്ല, അതൊന്നും മേടിച്ച ചരിത്രം പോലും എനിക്കില്ല എന്ന്. പക്ഷേ അന്ന് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 22 മാർക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ ഏതവസ്ഥയിലൂടെ 2 ദിവസം പോയെന്ന് എനിക്കറിയാം. അങ്ങനെ ബയോളജി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റായി. എൻ്റെ മെയിൻ സബ്ജക്റ്റായിട്ട് തന്നെ ബയോളജി എടുക്കാൻ അങ്ങനെ ആഗ്രഹം വന്നു. +1-ലും +2-ലും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചതും ബയോളജിയാണ്. അങ്ങനെ അവസാനം മാതാവ് അനുഗ്രഹിച്ചൊരു സ്ട്രീം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് നേഴ്സിംഗ് ഫീൽഡ് കിട്ടി. നേഴ്സിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ബയോളജി എടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് എടുക്കാനും നല്ല താല്പര്യമാണ്. ബാക്കിയൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് ബയോളജി മതി എന്നൊരവസ്ഥയിൽ ഞാൻ എത്തി. ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. അതുകൊണ്ട് ഞാനിവിടെ വന്ന് നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു.
എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് അഭിലാഷ് സിയും പാല ഇവിടെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അപ്പച്ചൻ്റെയും മകളുടെയും അനുഭവ സാക്ഷ്യം പരിശുദ്ധമായ പ്രകാരം ഇവിടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളത് ഇവിടെ വാക്കുകളിൽ തന്നെ നമുക്കെല്ലാവർക്കും വ്യക്തമായിരുന്നു. ഈ അപ്പച്ചൻ കടന്നു പോയ കടബാധ്യതകളിൽ സ്ഥലം വിറ്റുകിട്ടുവാനും അതിലൂടെ തൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാനായിട്ടും സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ ഉറച്ച വിശ്വാസത്തിൻ്റെ രീതിയിൽ തന്നെയാണ്. ജോസഫ് അച്ഛനെ 3 തവണ കാണുകയും ഒരു കുഴപ്പമില്ല എന്നുള്ള അച്ഛൻ്റെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളും ഇവർക്ക് വളരെ ഏറെ ബലം നൽകുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസം ഇവർക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കുവാനുള്ള വലിയ അനുഗ്രഹങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പച്ചൻ്റെ മകളുടെ CBSE എക്സാമിന് റിസൾട്ടാണെങ്കിൽ പോലും ഈ അപ്പച്ചൻ ആഗ്രഹിച്ചത് 70% മാർക്കാണെങ്കിലും അത് കടന്നു പോയ അവസ്ഥ എന്ന് പറയുക വളരെയേറെ ബുദ്ധിമുട്ടുകളുടെ തന്നെയായിരുന്നു. പരീക്ഷയ്ക്ക് റീവാലുവേഷൻ പേപ്പർ റീവാലുവേഷൻ കൊടുക്കേണ്ട അവസ്ഥകൾ വന്നപ്പോഴും ഈ മകളുടെ വിശ്വാസം എന്ന് പറയുക അമ്മ മാതാവ് സംരക്ഷികയായിട്ട് അമ്മ മാതാവ് കാത്തുകൊള്ളുമെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. കാരണം ഒന്നും തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ മനസ്സിലായെങ്കിലും അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപയിലാണ് എനിക്ക് നൽകിയെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ മകൾക്ക് ഉന്നതമായ വിജയം നൽകുവാനും അവിടുന്ന് ആഗ്രഹിച്ച മാർക്ക് തന്നെ ഈ മകൾക്ക് ലഭിക്കുകയൊക്കെ ചെയ്തത്. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നന്ദി പറയാം. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇവരെ ഇനിയും മാറ്റി അനുഗ്രഹിക്കണമേ എന്നും ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ